രണ്ട് ലേഡീസ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ തുടങ്ങിയൊരു പ്രസ്ഥാനം. ഇവിടുത്തെ സ്റ്റാഫിനോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ടൈം എടുത്താലും കസ്റ്റമറെ ഹാപ്പി ആയി പോകണമെന്ന് എപ്പോഴും പറയും. കാരണം ഇനി പേഴ്സണലാണോ എന്ന് എനിക്കറിയില്ല, ഒരു കാര്യം ചോദിക്കുകയാണ്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു? ഹായ്, നമ്മൾ ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ സലൂണിലേക്കുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ, ബ്യൂട്ടി പാർലർ എക്യുപ്മെൻറ്റ്സ്, കോസ്മെറ്റിക്സ്, എന്താ പറയുക, സ്കിൻ കെയർ റേഞ്ചുകൾ ഏറ്റവും സെറ്റ് സൊല്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഒട്ടുമിക്കവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടുന്ന് സലൂൺ ഓപ്പൺ ചെയ്യുന്ന ആളുകൾ ആ ഓപ്പണിംഗ് സമയത്ത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ ഇനാഗുറേഷന് ക്ഷണിക്കാറുണ്ട്. ഏതെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് നമ്മളത് അവിടെ പോവുകയും ഒന്ന് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെ വളരെ കാലമായിട്ട് ആക്ച്വലി പറവൂരുള്ള ഈ രണ്ടാളുകൾ എന്നെ എപ്പോഴും ക്ഷണിക്കുന്നതാണ്, നമ്മളുടെ അടുത്തൊന്ന് വരണം എപ്പോഴെങ്കിലും എന്നുള്ളത്. അങ്ങനെ പലതവണ മാറ്റിവെച്ച ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ആക്ച്വലി എനിക്ക് വേറൊരു പ്രോഗ്രാം പറവൂര് പോകേണ്ട ആവശ്യം വന്നപ്പോൾ വളരെ പെട്ടെന്ന് ഓർക്കുകയും ഞാൻ അങ്ങനെ അവിടെ കയറിയിട്ട് ഒരു എന്താ പറയുക ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ലേഡി എൻ്റർപ്രണേഴ്സ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് എത്ര എന്താ പറയുക എത്ര പോസിറ്റീവായിട്ടാണ്, അവർ കാര്യങ്ങൾ കാണുന്നത് എത്ര പോസിറ്റീവായിട്ടാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു മോട്ടിവേഷൻ ആവുകയും ചെയ്യും. ഒപ്പം നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ ഇട്ടിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തൊരു ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണുകയും പുതിയ സലൂൺ തുടങ്ങുന്ന ആളുകൾക്ക് ഒരു ഇൻറ്റീരിയർ എങ്ങനെ ഇരിക്കണം എന്നറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടെന്നുള്ളത് പലപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടും ചെറിയൊരു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, കുറച്ച് ദിവസം ആക്ച്വലി തിരക്കാരണം കൊണ്ടാണ് ഒന്ന് താടി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, മുടി കെട്ടണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പരിപാടി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ചും സലൂണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും സംവിധാനങ്ങളും ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളെല്ലാവരും കാണുന്നവർക്ക് എന്താ പറയുക ഒരു ഇൻഫർമേഷൻ, ഇപ്പോൾ പുതിയ സലൂൺ തുടങ്ങുന്ന ആളുകൾക്കാണ് ഒരു റെഫറൻസ് ആവുകയും ചെയ്യും. ഞാനിവിടുന്ന് വന്നപ്പോൾ തന്നെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ഗ്രീനിഷ് ആയിട്ടൊരു നാച്ചുറൽ കൂൾ ഫീൽ കിട്ടുന്ന രീതിയിലാണ് അവരിത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു സലൂണിനും ക്ലയൻറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടേണ്ട ഒരു കാര്യം ഒന്ന് വന്നാൽ ഇരിക്കാനുള്ളൊരു സ്ഥലം പ്ലസ് നീറ്റ്നെസ്. അത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് വരുന്ന ആളുകൾക്ക് ആ ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള മതിപ്പുണ്ടാവാൻ ഒരു പ്രത്യേകിച്ചും ഇതേപോലത്തെ ഇത്രയും നല്ലൊരു സംവിധാനത്തിൽ തുടങ്ങുമ്പോൾ അത്തരത്തിലുള്ള പ്രീമിയം ക്ലയൻസ് ആയിരിക്കും വരിക. അവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഇനിയൊന്ന് കണ്ടുവെക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ബാക്കിലെ അറ്റം വരെ കാണാവുന്ന രീതിയിൽ ഇവരൊരു വിസിബിൾ ആയിട്ടുള്ളൊരു പാർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയറി വരുമ്പോൾ തന്നെ സലൂണിൻ്റെ ആ ഒരു ആംബിയൻസ് ഒട്ടും പോവാത്ത രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോഴത്തെ പുതിയ ഇറങ്ങുന്ന എല്ലാ സലൂണിലും സെൻറ്ററിൽ മിറർ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും പാർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇവിടെയും അതേപോലെ തന്നെ അവർ സെൻറ്ററിൽ നിന്ന് മിറർ വെച്ചിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് 3 സെക്ഷൻ, അതായത് 6 ചെയർ അവർ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നെയില് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇപ്പോൾ നെയില് എന്ന് പറയുന്നത് ട്രെൻഡിങ് ആണ് സലൂൺ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ ഏറ്റവും ബേസിക്കായി മാറിയിട്ടുണ്ട് ഇപ്പോൾ നെയില്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന മുടി നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആവശ്യമാണ് ഇപ്പോൾ നെയിൽ. കിഡ്സിനെ കട്ട് ചെയ്യാൻ സെപ്പറേറ്റ് ഉണ്ട്, ഒപ്പം ഹെയർ വാഷ് ചെയ്യാനായിട്ടുള്ള ഇതേപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ചെയ്തിട്ട് നമുക്ക് വെള്ളമൊക്കെ ഈസി ആയിട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് ഇവിടെ തോന്നിയ ഒരു നല്ലൊരു കാര്യം, എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഉറപ്പായിട്ടും ക്ലയൻറ്റിന് അറിയാനുള്ള ഒരു എന്താ പറയുക അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി സ്റ്റോറേജ് ആണെങ്കിൽ പോലും നിങ്ങളത് ക്ലയൻറ്റിനെ കാണിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയുക കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു വിശ്വാസ്യതയൊക്കെ വലിയൊരു ഘടകമാണ്. ഞാനതിവിടെ കണ്ടപ്പോൾ ഇങ്ങനെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നിടത്തൊക്കെ തന്നെയാണെങ്കിലും വളരെ ഓപ്പണായിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് സലൂണിൻ്റെ എപ്പോഴും നല്ല ആംബിയൻസും കാര്യങ്ങളും അതെല്ലാം അവർ ക്ലിയർ ചെയ്ത് ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഇൻറ്റീരിയറിന് പറ്റുന്ന രീതിയിൽ തന്നെയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാള്, സ്പാ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സ്പായ്ക്കുള്ള സ്റ്റീമറും കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ
ഈ പാർട്ടീഷൻ കഴിഞ്ഞ് ഇപ്പുറ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഏതൊരു സലൂണിലായാലും പെഡിക്യൂർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ പണ്ട് പെഡിക്യൂർ ചെയ്തിരുന്ന ലേഡീസ് എന്ന് പറയുന്ന ആളുകൾ മാത്രമാണെങ്കിൽ ഇപ്പോൾ പെഡിക്യൂർ ശരിക്കും ലേഡീസും ജെൻസും ഒരുപോലെ യൂസ് ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളതാ നല്ല ഇവർ പറഞ്ഞ എല്ലാ കളറിലും സംഭവം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നണ സമീപത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഇത് പെഡിക്യൂറിൻ്റെ ടബ് നമ്മുടെ വരുന്നതാണ്, വിത്ത് ഗ്യാരണ്ടിയോടെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല, ഇത് ഓണാക്കുന്നതും ഓഫാക്കുന്നതൊക്കെ കംപ്ലീറ്റ് ടച്ച് സ്ക്രീനാണ്, മറ്റുള്ള സ്വിച്ചുകളോ കാര്യങ്ങളോ ഇല്ല. അതുകൂടാതെ തന്നെ നമുക്ക് വെള്ളം ക്ലീൻ ആക്കാനുള്ള, അതായത് ശുദ്ധീകരിക്കാനുള്ള ഒരു സംഭവം കൂടി അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ കളറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ വൃത്തിക്ക് എന്താ കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജെൻസിൻ്റെ റൂം സ്പെഷ്യലായിട്ട് അവർ ചെയ്തേക്കണേ. ഇത് ഫേഷ്യൽ ചെയ്യാനുള്ള ടേബിള്, അത് അവർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ, പ്രത്യേകിച്ചും സാധനങ്ങളൊക്കെ അവർക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാൻ കഴിയുന്ന രീതിയിൽ സ്റ്റോറേജുള്ള വുഡൻ സാധനം തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം നല്ലൊരു ട്രോളി അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഹെയർ വാഷ് ചെയ്യാനുള്ള സംവിധാനവും കംപ്ലീറ്റ് കർട്ടൻ ഇട്ടിട്ട് അതിൻ്റെ സെപ്പറേഷനും വളരെ ക്ലിയറായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവർ ഈ വാളൊക്കെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള വാൾപേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റോ കാര്യങ്ങളോ യൂസ് ചെയ്യണമെങ്കിലും അതിനും നല്ല വൃത്തിയും ടോയ്ലറ്റും അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെയിം മെയിൻ ഹാളിൽ നിന്ന് നെക്സ്റ്റ് ഡോറ് ഇതേപോലെ തന്നെ കയറി കഴിഞ്ഞാൽ ലേഡീസിനുള്ള ഫേഷ്യൽ റൂം സെയിം പോലെ തന്നെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം കഴിഞ്ഞ് ഇതുപോലെ തന്നെ അപ്പുറ സൈഡിൽ ഇതേപോലെ തന്നെ അവരൊരിത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രാ ഫേഷ്യൽ 10-in-1 ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവം ഹൈഡ്രാ ഫേഷ്യൽ അവർ ഇവിടെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ജെൻസിന് വേണമെങ്കിലും ഈ ഹൈഡ്രാ ഫേഷ്യൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ലേഡീസിൻ്റെ മേക്കപ്പ് അതാണ് ഇപ്പോഴത്തെ മെയിൻ. അടിപൊളിയൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ റോയൽ ടച്ച്, ഒരു രാജകീയ സ്റ്റൈലിൽ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് ഇവരുടെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു എല്ലായിടത്തെയും ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരുടെ ആ വാൾപേപ്പറിൻ്റെ സെലക്ഷൻ ശ്രദ്ധിച്ചു. ഭയങ്കര ഗംഭീരമാണ്, ഭയങ്കര രസകരമായിട്ടുണ്ട്. അവരാരെ ചെയ്തെങ്കിലും അവർ ഇൻറ്റീരിയറുകാർ ആ സെലക്ഷൻ ചെയ്ത ആളുകൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സലൂണിൻ്റെ 2 സാരഥികളുണ്ട്, അവരായിട്ടൊരു 5 മിനിറ്റ് സംസാരിക്കാം. അപ്പോൾ ഞാൻ അവസാനം വന്നു, ഞാൻ ഇതിനെക്കുറിച്ച് കാണിച്ചത്. ഇനി നിങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലേഡീസ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ തുടങ്ങിയൊരു പ്രസ്ഥാനം. നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. എന്തെങ്കിലും കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ വിളിക്കാം. നാളെ തന്നെ വരാൻ പറ്റില്ല, ഞങ്ങൾ സമയം അനുസരിച്ചിട്ട് ആളുകൾ വിട്ടിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റ ദിവസം കൊണ്ട് ബിസിനസ് തീരെയല്ല, ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടില്ല നമ്മളോട് പറയാം. തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് മൈക്രോ ഷെയ്ഡിംഗ് ഉണ്ട്, പിന്നെ നെയിൽ ആർട്ട്, ടാറ്റു, ഇതൊക്കെ നമുക്ക് സ്പെഷ്യലാണ്. ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സർവീസ് പ്ലസ് നെയിലിന്റെ സംവിധാനങ്ങൾ കുറച്ച് ഉഷാറായിട്ട് ചെയ്യാൻ. വേറെ എന്താ പിന്നെ നിങ്ങൾ ബ്രൈഡൽ പാക്കേജുകൾ ഉണ്ടാവും? പാക്കേജസ് ഒരുപാടുണ്ട്. ഇനി അങ്ങോട്ടും ഓഫേഴ്സുകൾ നമ്മൾ കൊടുക്കും. സലൂണുമായി ബന്ധപ്പെട്ട് കുറെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവല്ലോ, അവരൊക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഇനി പേഴ്സണൽ ആണോന്ന് എനിക്കറിയില്ല, ഒരു കാര്യം ചോദിക്കുകയാണ്, എത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നു? ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര രൂപയായിട്ടുണ്ട് ആ സലൂൺ ചെയ്തതിന്? കാരണം നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ അങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ആക്ച്വൽ പ്രൈസ് പറഞ്ഞില്ലെങ്കിലും ഓൾ ടോട്ടൽ ഒരു ഇത്രയും ഇടയിൽ ഞാൻ ഗസ് ചെയ്യാണ് ഒരു 30-35. തീർച്ചയായിട്ടും. ഓക്കെ, 35 മുകളിലേക്കാണോ? മേലേക്ക് കുറച്ചായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ബിലോ 40. അപ്പൊ ഞാൻ എല്ലാവരും നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കുന്ന മെയിൻ കാര്യമാണ് എത്ര രൂപയാണ്. അപ്പൊ ബിലോ 40 നിങ്ങൾ കണക്കൂട്ടി. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇതിപ്പോ 1080 സ്ക്വയർ ഫീറ്റ്. 1080 സ്ക്വയർ ഫീറ്റ്. അപ്പൊ 1080 സ്ക്വയർ ഫീറ്റ് 40 ലാഖിലാണ് ഇവര് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. എപ്പോഴും ക്ലയൻസിന്റെ നമ്പേഴ്സിലല്ല കാര്യം, വന്ന ക്ലയന്റ് വീണ്ടും വരുന്നുണ്ടോ എന്നുള്ളതിലെ കാര്യം. മിന്നുവിന് എന്നെ വിളിക്കാൻ തോന്നിയൊന്നുകൊണ്ടാ, നമ്മൾ അങ്ങനെ ഒരു റിലേഷൻ ക്ലയൻസ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തവരുണ്ട്. അപ്പൊ അങ്ങനെ വന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിന്റെ പുറകെ ഒരു 5-6 മാസം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നണേ നമ്മൾ ആ തുടങ്ങിയ സമയത്ത് തന്നെ കൊട്ടേഷൻ തന്നത്, അപ്പൊ തന്നെ 6 മാസത്തിൽ കൂടുതലായി. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2 ലേഡീസ് ഇങ്ങനെ ചെയ്തു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നല്ലൊരു കാര്യം, ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ കണ്ണൻ, ശരിക്കും കണ്ണൻ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ശരിക്കും വിമൽ, യെസ്, കൊടുങ്ങല്ലൂർ ബാരിക്സ്. നേരത്തെ തൊട്ടേ നമ്മുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ എടുക്കുന്ന ക്ലയന്റ് ആണ്. അപ്പം പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് ഇറങ്ങാന്നുള്ളതാണ്.
പക്ഷേ അത് നിങ്ങൾ വളരെ പൊതുവെ അങ്ങനെ ഉണ്ടാവാത്തൊരു സംഭവമാണ്. വളരെ ക്ലിയർ ആയിട്ട് വിമലിനോട് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞു വിമൽ എല്ലാ കാര്യത്തിനും ഹെൽപ്പായിട്ട്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങള് ഈ ബിൽഡിംഗ് എടുത്ത ടൈമിൽ തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ണോട് കാര്യം പറഞ്ഞു. കാരണം അങ്ങനെ ഒരു ബിൽഡിംഗ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആള് പറഞ്ഞു ചേച്ചി നോക്കിപ്പോ കുഴപ്പമില്ല. കാരണം ആള് പറഞ്ഞു വെച്ചാൽ നമ്മളോട് കുറച്ച് നേരത്തെ ഞങ്ങളുടെ പണി തുടങ്ങുന്നതിന് മുമ്പേ കണ്ണോട് എല്ലാം പറഞ്ഞു. അപ്പൊ കണ്ണ് ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും. ഏതൊരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്കാർ അത് പറ്റൂല എന്ന് പറയില്ല. ഒന്നെങ്കിൽ അവർ പറയും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഇനി അതല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അതാണ് നല്ലതെന്ന് തോന്നി കഴിഞ്ഞാൽ ചെയ്തോളാനേ പറയുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യം പറയും. പക്ഷെ ആ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഇറങ്ങുക. ഒപ്പം തന്നെ നിങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇപ്പൊ അവരുള്ളത് കൊടുങ്ങല്ലൂരാണ്, നിങ്ങൾ തുടങ്ങുന്നത് പറവൂരാണ്. ചിലരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവണം അവിടെ, ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ട് ഇവിടെ നിന്നുള്ള ആൾക്കാരെ ഫോണിൽ വിളിച്ചു. അത് ഉറപ്പായിട്ടും വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് നിങ്ങൾ വളരെ മാതൃകാപരമായിട്ട് ഈ പറഞ്ഞ പോലെ കണ്ണൻ വിമലിനോട് പറഞ്ഞിട്ട് ചെയ്തത് വലിയൊരു കാര്യമാണ്. പിന്നെ വേറെന്താ, അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ചാനൽ കാണുന്ന കൂടുതലും സലൂൺ ഓണേഴ്സ് ആയിരിക്കും. എന്നാലും കുറച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളും കാണും. എന്നിരുന്നാലും വരിക, സലൂൺ കാണുക, വന്നിട്ട് ഒരു സർവീസ് എടുക്കുക, സർവീസ് എടുത്തിട്ട് പേയ്മെന്റ് എടുത്തിട്ട് സലൂൺ കാണുക. അപ്പൊ സർവീസ് എങ്ങനെയുണ്ടെന്ന് അറിയുകയും ചെയ്യാം. അപ്പൊ എന്തായാലും ഒരു വൻ വിജയമായിട്ട് കൂടുതൽ ബ്രാൻഡുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരട്ടെ. രശ്മി ഈ ഫീൽഡിൽ എത്ര നാളായി? 17 വർഷമായി. 17 വർഷമായി ഈ ഫീൽഡിൽ. അപ്പൊ പിന്നെ ഈ ഫീൽഡിന്റെ എല്ലാവിധ കാര്യങ്ങളും ഓൾമോസ്റ്റ് അറിയാം. വേറെ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, കൊടുങ്ങല്ലൂരാണ് വീട്. അപ്പൊ 17 വർഷമായിട്ട് ഫീൽഡിലുള്ള ആൾക്ക് ഈ സ്ഥാപനത്തിലുള്ള കോൺഫിഡൻസ് എന്തായാലും അതേപോലെ ഉണ്ടാവും. പിന്നെ എത്ര വർഷമായി ഫീൽഡിൽ? ഞാനിപ്പോ 13 വർഷത്തോളം. 13 വർഷം വെൽ എക്സ്പീരിയൻസ്ഡാണ്. അപ്പൊ ഞങ്ങളെപ്പോഴും ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലും കണ്ടേക്കുന്ന ഒരു കാര്യം, ഇപ്പോ ചിലപ്പോൾ അവിടുത്തെ സ്റ്റാഫായിരിക്കും സർവീസ് ചെയ്യുന്നത്, പക്ഷെ എന്തൊക്കെയോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ഒരു കടത്ത് കഴിച്ച് ചെയ്യുന്ന പോലെ എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ടൈം എടുത്താലും കസ്റ്റമറെ ഹാപ്പി ആയി പോകണമെന്ന് എപ്പോഴും പറയും. കാരണം അവർക്ക് എന്താണോ തോന്നുന്നത്, കാരണം ഒരു മസാജിന് കിടന്നാൽ പോലും അവർക്ക് ഒരു അത് ഫീൽ ചെയ്യണം. സ്പാ റൂമിലേക്കാണെങ്കിൽ നമ്മൾ വളരെ മിനിമലായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവർ അത്രയും ടെൻഷൻ അടിച്ച് വരുന്നവർക്കൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്തൊന്ന് റിലാക്സേഷൻ നമ്മളത് ഇവിടെ പ്രൊവൈഡ് പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ലേഡീസും ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഐബ്രോ ഇല്ല, കൊഴിഞ്ഞു പോയി, എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ മൈക്രോ ഷെയ്ഡിങ് എന്നുള്ളൊരു സംഭവം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതും പക്ക പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് ലീഗലി എന്തൊക്കെയാണോ നമുക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നെയിൽ ആർട്ട് എല്ലാവരും കണ്ടറിഞ്ഞ് വരുന്നുണ്ട്, അതിൽ സന്തോഷം. ഇനി എല്ലാവരും വരിക, ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. കാരണം ഞങ്ങൾ 2 ലേഡീസ് ആണ്. പുതിയൊരു സലൂൺ തുടങ്ങാനുള്ള സംവിധാനമായിട്ട്. അതെ തീർച്ചയായിട്ടും. തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പുതിയൊരു സലൂണുമായിട്ട് അധികം വൈകാതെ വീണ്ടും കാണാം. അതുവരേക്കും